ഹലോ എവ്രി വൺ, വെൽക്കം ടു അറ്റ 24/7 ക്ലാസ്സസ്. നമ്മളിന്ന് നോക്കുന്ന നമ്മുടെ ടോപ്പിക് IPCയിൽ ജനറൽ എക്സെപ്ഷൻസ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. മുമ്പായിട്ട് നിങ്ങളുടെ മുമ്പിൽ അറ്റ 24/7 ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രീമിയം സ്റ്റഡി മെറ്റീരിയൽസ്, കറണ്ട് അഫയേഴ്സ്, ജോബ് അലേർട്സ്, ഡെയിലി ക്വിസസ്, സബ്ജക്റ്റ് വൈസ് ക്വിസസ്, മാഗസീൻസ്, പവർ ക്യാപ്സ്യൂൾസ്, നോട്ട്സ്, ആർട്ടിക്കിൾസ്, വീഡിയോസ്, എക്സാം പ്രിപ്പറേഷന് വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അതോടൊപ്പം അറ്റ 24/7 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഒരിക്കൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമ്മുടെ ടോപ്പിക് ഇതാണ്, ജനറൽ എക്സെപ്ഷൻസ്. ഇത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന SI സബ് ഇൻസ്പെക്ടർ എക്സാം, കേരള PSCയുടെ SI സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്നതാണ് ഇന്ത്യൻ പീനൽ കോഡ് IPC. സോ നമ്മുടെ ടോപ്പിക് ഇതാണ്, ജനറൽ എക്സെപ്ഷൻസ്. ജനറൽ എക്സെപ്ഷൻസിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 76 to 106 വരെയാണ്. സെക്ഷൻസ് 76 to 106, 76 മുതൽ 106 വരെയാണ് ഉള്ളത്. സെക്ഷൻസ് 76 to 106, 76 മുതൽ 106 വരെയാണ് എന്തു പറയുന്നു, ജനറൽ എക്സെപ്ഷൻസ് IPCയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ ബാധ്യത, ഉത്തരവാദിത്വം ആ വ്യക്തിക്ക് തന്നെയാണ്, അല്ലേ? ഈസ് പ്രിസ്യൂംഡ് ടു നോ ദ കോൺസിക്വൻസസ് ഓഫ് ഹിസ് ഓർ ഹെർ ആക്ട്. എന്ത് ചെയ്താലും ഹി ഓർ ഷീ ഈസ് ലൈബിൾ ഫോർ ഇറ്റ്. ഒരാളെ മോഷ്ടിച്ചാലോ കൊന്നാലോ പിടിച്ചു പറിച്ചാലോ എന്തായാലും ഒറ്റ അർത്ഥമേ ഉള്ളൂ, അല്ലേ? പക്ഷേ ഇങ്ങനെയൊക്കെ പല പ്രവൃത്തികൾ ചെയ്താലും ചില ഒഴിവുകളുണ്ട്, ചില എക്സെപ്ഷൻസ് ഉണ്ട്. ചില സമയത്ത് കൊന്നാൽ കുറ്റമില്ല, ചില സമയത്ത് ആൾക്കാരെ ഇടിച്ചാലോ ഉപദ്രവിച്ചാലോ വെട്ടിയാലോ പരിക്കേൽപ്പിച്ചാലോ കുറ്റമില്ല. ദർ ആർ സർട്ടൻ എക്സെപ്ഷൻസ് ടു ദിസ് ജനറൽ റൂൾ. എന്താണ്? തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടും, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കട്ടെ. എന്നാൽ ചില സമയങ്ങളിൽ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടാറില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? ഇപ്പോൾ ഒരാളെ, സപ്പോസ് എ പേഴ്സൺ ഹാസ് ബീൻ അറ്റാക്ഡ് ബൈ ആൻ അസൈലൻറ്റ്, അഗ്രഷനൽ ബൈ യുവർ സ്റ്റിമുലസ്, അല്ലേ? നമ്മുടെ ആ ഒരു വ്യക്തിയെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും, നമ്മൾ എന്ത് ചെയ്യും? ഡിഫെൻഡ് ചെയ്യും, അല്ലേ? അടിച്ച് കൊല്ലാൻ വരുവാണ്, അല്ലേ? അല്ല ഓടി കുത്തി കൊല്ലാൻ വരുവാണ്, ഞാനത് കല്ലെടുത്ത് മണ്ടയ്ക്ക് ഒരു എറിയ, അല്ലേ? ആ ഡിഫെൻസ് ഞാൻ ചെയ്യുന്നത് എന്താ? ഡിഫെൻസാണ്. എൻ്റെ ജീവൻ, എൻ്റെ ശരീരം ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ആ വ്യക്തിയുടെ ചിലപ്പം കണ്ണിൽ കൊണ്ട് കാഴ്ച പോവുമോ, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളെല്ലാം നടക്കും, അല്ലേ? അവിടെ കോസിങ് ഹേർട്ടാണ്. ഞാൻ ആ വ്യക്തിയെ വേദനിപ്പിച്ചു, മുറിവേൽപ്പിച്ചു, ചിലപ്പോൾ മരണവും സംഭവിക്കാം. അത് ഒരു കുറ്റമാണോ? അല്ല. IPC പറയുന്നു അല്ല, അല്ലേ? യു ആർ പ്രൊട്ടക്റ്റഡ് അണ്ടർ IPC. അതാണ് IPCയുടെ ചാപ്റ്റർ 4 ഓഫ് IPC നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. എന്താണ് IPCയുടെ ചാപ്റ്റർ 4? ഇറ്റ് ഈസ് ഗിവിങ് യു പ്രൊട്ടക്ഷൻ. IPCയുടെ ചാപ്റ്റർ 4 നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്, സുരക്ഷ നൽകുന്നു. 1860 നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതായത് ചാപ്റ്റർ 4 ജനറൽ എക്സെപ്ഷൻസ് 76 to 106ൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് പ്രൊട്ടക്ട്സ് അല്ലെങ്കിൽ മേക്സ് ആൻ ഒഫൻസ് നോ ഒഫൻസ്. ഇറ്റ് മേക്സ് ആൻ ഒഫൻസ് നോ ഒഫൻസ്, അല്ലേ? ഒരു കുറ്റത്തെ കുറ്റമല്ലാതാക്കി തരും. നിങ്ങൾ ചെയ്ത കുറ്റമാകാം, കൊലപാതകമായി വ്യാഖ്യാനിക്കാം, ഒരാളെ ഉപദ്രവിപ്പിക്കാം, വേദനിപ്പിക്കാം, മുറിവേൽപ്പിക്കാം, അല്ലേ? വേദന പോട്ടെ, ശാരീരികമായ വേദന, മുറിവേൽപ്പിക്കാം മാരകമായിട്ട്. പക്ഷെ നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ കുറ്റക്കാരല്ല. നിങ്ങൾ ചെയ്ത ഒഫൻസ് നോ ഒഫൻസായി മാറും. അതായത് ഒഫൻസിനെ നോ ഒഫൻസാക്കി മാറ്റാൻ അത്ര ശക്തിയുള്ള ഒരു സെക്ഷനാണ് IPCയുടെ 70 സെക്ഷൻസ് ആണ്. 76 to 106 ജനറൽ എക്സെപ്ഷൻസ് ചാപ്റ്റർ 4. ജനറൽ എക്സെപ്ഷൻസ് ചാപ്റ്റർ 4, അല്ലേ? ഇപ്പോൾ പലതരത്തിൽ പല ഗ്രൗണ്ടുകളുണ്ട്, അല്ലേ? പല ഗ്രൗണ്ടുകൾ ഇതിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്താണ് a ജനറൽ എക്സെപ്ഷൻ, എന്താണ് ഒരു ജനറൽ എക്സെപ്ഷൻ എന്ന് നമ്മൾ നോക്കുകയാണ്, അല്ലേ? ഇപ്പോൾ ഒരു വ്യക്ി, എ പേഴ്സൺ പ്രൂവ് ദ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ്, ഒരു കാര്യം അത് ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടാൽ നിയമപരമായി ought to have been punished by law, നിയമത്തിൻ്റെ മുമ്പിൽ ശിക്ഷ കിട്ടും, അല്ലേ? പക്ഷേ ആ ശിക്ഷ അല്ലെങ്കിൽ ആ ലീഗൽ പണിഷ്മെൻറ്റിൽ നിന്ന് ഒഴിവാകാം ചിലപ്പോൾ. ഒരു എക്സംഷൻ,
ആ നിയമപരമായി വെച്ചിരിക്കുന്ന ശിക്ഷയിൽ നിങ്ങൾ ചെയ്ത ഒരു തെറ്റായ പ്രവൃത്തി ആയിരിക്കാം, ഒരാളെ കൊല്ലുകയാകാം, അതിൽ നിന്ന് ഒഴിവാക്കി തരും. അല്ലെ, എക്സെംപ്റ്റഡ് ഫ്രം സച്ച് ലീഗൽ പണിഷ്മെൻറ്റ് അണ്ടർ സം കണ്ടീഷൻസ്. ഏതാ ചില സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്, ചില സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും, ഒഴിവാക്കും. അല്ലേ, ദാറ്റ് ഈസ് സ്റ്റിപ്പുലേറ്റഡ്, നിയമത്തിൽ തന്നെയുണ്ട്. അങ്ങനെ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനോ മറ്റെന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ഗുഡ് ഫെയ്ത്തോടുകൂടി, ശുഭാപ്തി വിശ്വാസം, നല്ല കാര്യത്തോടുകൂടി നിങ്ങളൊരു കാര്യം ചെയ്താൽ നിങ്ങളെ ഒഴിവാക്കി വിടുന്ന ഒരു സെക്ഷൻ ഇതാണ്. അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ, അല്ലേ, സ്വന്തം ജീവൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്താൽ ഇവിടെ ഉണ്ട്, ജനറൽ ഒഴിവാക്കി വിടും. സെക്ഷൻ 76 to 106 IPC ജനറൽ എക്സെപ്ഷൻ പറയുന്നുണ്ട്. അല്ലേ, അപ്പോൾ എന്താണ് ഇവിടെ മെൻസ്രിയല്ല, ആബ്സെൻസ് ഓഫ് മെയിൻസ്രിയ. മെയിൻസ്രിയ എന്ന് പറഞ്ഞാൽ കുറ്റകരമായ മനസ്സോടുകൂടി ഒരു ക്രൈം ചെയ്താൽ, ആക്ടേഴ്സ് നോൺ ഫാസിഡ്രിയം, നിസി, മെൻസിട്രിയ, എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ക്രൈം ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്താലും അവിടെ മെൻസ്രിയ, കുറ്റകരമായ മനസ്സ് ഇല്ല എന്ന് കരുതിക്കൊള്ളും. 76 106 പറയുന്നത് ജനറൽ എക്സെപ്ഷൻ ആണ്. മെൻസ്രിയ അല്ലേ ഇല്ല എന്ന രീതിയിൽ കരുതും. ഇനി സെക്ഷൻ 76 to 106 പോകുമ്പോൾ ഇതാണ് റൈറ്റ് ഓഫ് ദ പീപ്പിൾ ടു പ്രൊട്ടക്ട് ഹിസ് ലൈഫ് ആൻഡ് ലിംബ് ആൻഡ് ദോസ് ഓഫ് അതേഴ്സ്. ഇതാണ് റൈറ്റ് ആണ്. അല്ലേ, സെക്ഷൻസ് 76 106 എന്ന് പറയുമ്പോൾ ഒരു റൈറ്റ് ആണ് തരുന്നത്. റൈറ്റ് അല്ലേ, ഒരു റൈറ്റ്. സെക്ഷൻ 76 പ്രത്യേകത എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് എ റൈറ്റ്, ഒരു റൈറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അല്ലേ, അവിടെ പ്രൊട്ടക്ട് ഹിസ് ലൈഫ് ആൻഡ് ലിംബ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവനോ സുരക്ഷയോ സ്വത്തോ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റൈറ്റ്, അവകാശം തരുന്നുണ്ട്. അല്ലേ, അല്ല മനഃപൂർവ്വം പോയി കൊന്നിട്ട് ഇതിൻ്റെ അകത്ത് വെച്ച് ഒഴിവാക്കി വിടത്തില്ല. എന്നാൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ, സ്വത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി സഹായിച്ചാൽ ആ ഭാഗമായി മാരകമായ മുറിവോ അല്ലെങ്കിൽ മരണമോ ഒക്കെ സംഭവിച്ചാൽ നിങ്ങളെ ഒഴിവാക്കി വിടാനായിട്ട് ഒരു സെക്ഷനുണ്ട്. സെക്ഷൻ 76 to 106 അതൊരു അവകാശം തരുന്നു. എന്ത് തരുന്നു? റൈറ്റ് തരുന്നു. റൈറ്റ്, അവിടെ എന്ത് തരുന്നു? റൈറ്റ് തരുന്നു. അല്ലേ, ഒരു റൈറ്റ് ആണ്. അങ്ങനെയുള്ള എക്സെപ്ഷൻസ് ഏതൊക്കെയാണ്? ആ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്. സെക്ഷൻ 76 to 79 ആണ്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് വരും. അതുകൂടാതെ ജുഡീഷ്യൽ ആക്റ്റുകൾ, അല്ലേ, ജുഡീഷ്യൽ ആക്ട്സ് ഉണ്ട്. സെക്ഷൻ 77 to 78 ഉണ്ട്. ആക്സിഡൻറ്റ് സെക്ഷൻ 80 ഉണ്ട്. ആബ്സെൻസ് ഓഫ് ക്രിമിനൽ ഇൻറ്റൻഷൻ സെക്ഷൻസ് 81, 86, 92 അഞ്ചാമത്തത് ആക്ട് ഡൺ ബൈ കൺസെൻറ്റ് സെക്ഷൻ 87, 91 ഉണ്ട്. ട്രൈഫ്ലിംഗ് ആക്ട് 95, പ്രൈവറ്റ് ഡിഫൻസ് 96, 106. ഇത്രയുമാണ്. ഒരു വ്യക്തി കുറ്റം ചെയ്താലും സാഹചര്യം നോക്കിയിട്ട് രക്ഷപ്പെടും, അത് അവകാശമാണ്. അല്ലേ, ഒരു വ്യക്തിക്ക് റൈറ്റ് തരികയാണ്. ഇനി ആരാണ് ഇതെല്ലാം പ്രൂവ് ചെയ്യേണ്ടതെന്നാണ് ഓണേഴ്സ് ഓഫ് പ്രൂവിങ് എക്സെപ്ഷൻസ്. അപ്പോൾ അക്യൂസ്ഡ് എന്ത് ചെയ്യണം? കുറ്റം ആരോപിക്കപ്പെട്ട് തെളിയിക്കണം. ടു പ്രൂവ് ദാറ്റ് ദെയർ കേസ് ഫോൾ ഇൻ, അതായത് ഞാനിത് ചെയ്തത് രക്ഷയ്ക്ക് വേണ്ടിയാണ്, ഇന്നാളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ആരാണ് പ്രൂവ് ചെയ്യേണ്ടത്? അക്യൂസ്ഡ്, കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി അത് പ്രൂവ് ചെയ്യണം. അക്യൂസ്ഡ് ഷുഡ് പ്രൂവ്. അല്ലേ, കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി അത് തെളിയിക്കണം, ഞാൻ അതാണ് ചെയ്തു എന്ന് കാണിക്കണം. ഓണേഴ്സ് ഓഫ് പ്രൂവിങ് എക്സെപ്ഷൻ. അല്ലേ, മാത്രമല്ല പ്രോസിക്യൂഷൻ എന്ത് ചെയ്യും? അല്ലെ, എതിർഭാഗം എന്ത് ചെയ്യും? പ്രൂവ് ദ ഗിൽറ്റ് ഓഫ് ദി അക്യൂസ്ഡ്. കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി ഇല്ല മനഃപൂർവ്വം ചെയ്തതാണ്, അല്ല സ്വയരക്ഷയ്ക്കൊന്നും അല്ല എന്ന് അവരും തെളിയിക്കണം. അല്ലേ, എങ്കിലേ ഇത് കിട്ടത്തുള്ളൂ. എങ്കിലേ ജനറൽ എക്സെപ്ഷൻസ് ചാപ്റ്റർ 4 76 to 106 ജനറൽ എക്സെപ്ഷൻസ് കിട്ടണമെങ്കിൽ തെളിയിക്കണം. അല്ലേ, ഇല്ല എന്ന് തെളിയിച്ചിരിക്കണം. അല്ലേ, ഒരു ഉദാഹരണം പറഞ്ഞാൽ എ ഒരു കൊലപാതകം ചെയ്തു, അല്ലേ, അക്യൂസ്ഡ് ഓഫ് മർഡർ. അല്ലേ, അപ്പോൾ ചെയ്തിട്ട് പറയുവാണ്, അല്ല ജസ്റ്റ് ദാറ്റ്, ഞാൻ ചെയ്തത് എനിക്ക് സുബോധമായ മനസ്സ്, സുബോധം ഇല്ല, സ്ഥിരതയില്ല, ബൈ റീസൺ ഓഫ് അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഐ ഡിഡ് ദിസ്, ഐ കമ്മിറ്റഡ് ദിസ് ക്രൈം. അല്ലേ, when I committed this crime I am unaware about the nature of the act. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് എനിക്ക് അറിയില്ല. കത്തി കിട്ടി ഞാൻ എന്തൊക്കെയോ ചെയ്തു, അവിടെ ഇരുന്ന പല പേരെടുത്ത് ചുമ്മാ എന്ന് വീശി, അല്ലേ, എനിക്കറിയില്ല. he or she didn't know the nature of the act. അല്ലേ, എന്ന് the burden of proof is on A അവിടെ തെളിയിക്കണം. അല്ലേ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതൊക്കെ വെച്ച് തെളിയിച്ചു കൊടുക്കണം.
അല്ലേ? അതാണ് ഇവിടെ നോക്കേണ്ടത്. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോകുമ്പോൾ എക്സ്ക്യൂസബിൾ ആൻഡ് ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസ്. രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? എക്സ്ക്യൂസബിൾ ആൻഡ് ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസ്. എക്സ്ക്യൂസബിൾ ആൻഡ് ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസ്. എക്സ്ക്യൂസബിൾ ആൻഡ് ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസ്. ഒരു ക്രൈം നടക്കണമെങ്കിൽ രണ്ട് എസെൻഷ്യൽ എലമെന്റ്സ്, രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്ന് മെൻസ് റിയ, അടുത്ത് ആക്ടസ് റിയസ്. ഈ രണ്ട് കാര്യങ്ങൾ അല്ലേ? കമ്മിറ്റ് ക്രൈം or generally when a crime is committed, it should fulfill these two essentials, actus reus and mens reus. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ക്രൈം എന്ന് വിളിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ക്രൈം അല്ല അല്ലേ? സോ അപ്പാർട്ട് ഫ്രം ദിസ്, ഇപ്പോൾ ഒരു ക്രൈം ഇത് രണ്ടും ഇല്ലെങ്കിൽ, മെൻസ് റിയയും ആക്ടസ് റിയസും ഇല്ലെങ്കിൽ അതൊരു ക്രൈം അല്ല. അവിടെ നമുക്ക് എന്ത് കിട്ടും? ബാക്ക് ബൈ ജസ്റ്റിഫിക്കേഷൻസ് ആൻഡ് എക്സ്ക്യൂസസ് അല്ലേ? അവിടെ നിന്നുണ്ട് ജസ്റ്റിഫിക്കേഷനും എക്സ്ക്യൂസസും നമുക്ക് അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് ബാക്ക് ബൈ ജസ്റ്റിഫിക്കേഷൻ ആൻഡ് എക്സ്ക്യൂസസ് ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ IPCയിലെ ജനറൽ എക്സെപ്ഷനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻ, ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻ. ഏതൊക്കെയാണ്? എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻ, ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻ. ഏതൊക്കെയാണ്? എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻ, ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻ. എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻ, ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻ അല്ലേ? കാണിക്കണം അല്ലേ? രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നു. എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? അതായത് ഒരു വ്യക്തിയുടെ ബാഡ് ക്യാരക്ടർ ഇൻറ്റൻഷൻ ശരിയല്ല, സ്വഭാവവും അല്ലെങ്കിൽ പ്രവൃത്തിയും ചിന്തയൊന്നും ശരിയല്ല അല്ലേ? ബാഡ് ഇൻറ്റൻഷൻ ഓഫ് ദ പേഴ്സൺ ദ കമ്മിറ്റ് ദ ക്രൈം കനോട്ട് ബി ഇൻഫേർഡ് അല്ലേ? അറിയാൻ പറ്റില്ല ഇയാൾ ചെയ്തു, അയാൾക്ക് കുറ്റകരമായ മനസ്സുണ്ടെന്നോ ബാഡ് ഇൻറ്റൻഷൻ എന്നോ ക്യാരക്ടർ അത്ര ഇതല്ലെന്നോ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. ഇതാണ് cannot be inferred. അതാണ് എക്സ്ക്യൂസബിൾ. ഇതാണ് എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻ. എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻ എന്നൊരു ഇതാണ് ആ ഒരു that means bad character or bad intention of the person committing the crime cannot be inferred. Bad character, bad intention of a person committing a crime cannot be inferred. Bad character and intention cannot be inferred. It is said to be excusable exception to the crime. Excusable. ഫോർ എക്സാമ്പിൾ ഒരു പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്, ഇൻസൈൻ, അവരൊക്കെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? അവിടെ നിന്ന് എന്തില്ല? നോട്ട് ഹാവിങ് മെൻസ് റിയ. എന്തില്ല? മെൻസ് റിയ ഇല്ല. ദർ ഇസ് നോ മെൻസ് റിയ അല്ലേ? അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അറിയാനൊന്നും പറ്റത്തില്ല അല്ലേ? ഇങ്ങനെ പലതുണ്ട്. വോളണ്ടറി ഇൻടോക്സിക്കേഷൻ, ഇൻസാനിറ്റി, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അല്ലേ? അത് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ IPCയിൽ ചാപ്റ്റർ 4 പറയുന്ന എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻസിൽ ഇതുണ്ട്. മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, ഇൻഫൻസി, ആക്സിഡൻറ്റ്, ഇൻസാനിറ്റി, ഇൻടോക്സിക്കേഷൻ. ഏതൊക്കെയാണ്? മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, ഇൻഫൻസി, ആക്സിഡൻറ്റ്, ഇൻസാനിറ്റി, ഇൻടോക്സിക്കേഷൻ അല്ലേ? മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്, ഇൻഫൻസി, ആക്സിഡൻറ്റ്, ഇൻസാനിറ്റി, ഇൻടോക്സിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ഉണ്ട്, ഇൻഫൻസി ഉണ്ട്, ആക്സിഡൻ്റ് ഉണ്ട്, ഇൻസാനിറ്റി ഉണ്ട്, ഇൻടോക്സിക്കേഷൻ ഉണ്ട് അല്ലേ? ഇനി അടുത്ത് ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻ. അപ്പോൾ എക്സ്ക്യൂസബിൾ മനസ്സിലായി. ആ ഒരു ബാഡ് ക്യാരക്ടർ ഇൻറ്റൻഷൻ കനോട്ട് ബി ഇൻഫേർഡ്. ഇറ്റ് കനോട്ട് ബി ഇൻഫേർഡ്. ദെൻ വാട്ട് അബൌട്ട് ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ? അതായത് ക്രൈംസ് കമ്മിറ്റഡ് അത്
റോങ്ഫുൾ ആണ്, തെറ്റായ കാര്യമാണ് അല്ലേ, തെറ്റായ കാര്യമാണ്, ചെയ്തൊക്കെ തെറ്റ് തന്നെയാണ്. ബട്ട് ആ സാഹചര്യം, ബട്ട് ഡ്യൂ ടു ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ് അതെന്ത് ചെയ്യാം, ടോളറബിൾ, അക്സെപ്റ്റബിൾ. അത് ചെയ്തത് തെറ്റാണ്, പക്ഷെ ആ സാഹചര്യം നോക്കണം, അങ്ങനെ ചെയ്യേണ്ടി വന്നു അല്ലേ, അവന് ബുദ്ധിയുണ്ട്, നോർമൽ. മറ്റേതങ്ങനെ എക്സ്ക്യൂസബിൾ അങ്ങനെയല്ല. എന്താ, ആർക്കാരുടെ ഇൻറ്റൻഷൻ അറിയാൻ പറ്റില്ല, അതിന് ബുദ്ധിയോ കാര്യമോ ഇല്ല, ലഹരി അടിച്ചൊക്കെ നിൽക്കുവാണ്, കഞ്ചാവ് അടിച്ച് പിറ്റാണ്ട്, ഇതങ്ങനെയല്ല, ഒരു കുഴപ്പമില്ല, നോർമൽ മനുഷ്യനാണ് അല്ലേ. പക്ഷേ ആ ചെയ്ത പ്രവൃത്തി തെറ്റായാലും അത് ചെയ്തു പോകേണ്ടി വന്നു, അത് അക്സെപ്റ്റ് ചെയ്തങ്ങ് വിടും അല്ലേ. ഇപ്പോൾ ഒരു പട്ടാളക്കാരൻ തോക്ക് പിടിച്ച് സുപ്പീരിയർ ഓഫീസർ പറയുകയാണ് വെടിവെക്കാമെന്ന പട്ടാളക്കാരന് ബോധമുണ്ട്, ഓർമ്മയുണ്ട്, ഞാൻ വെടിവെക്കാൻ പോകുന്നെന്ന്, വെടി കൊണ്ട് അവിടെ മരിക്കുമെന്നും അറിയാം അല്ലേ. പക്ഷേ എന്തിനാ അത് ചെയ്തത്, അത് ഇൻ കൺഫോമിറ്റി വിത്ത് ദ ത്രൂ ദ കമാൻഡ്സ് ഓഫ് ലോ, അത് ചെയ്തേ പറ്റത്തുള്ളൂ, അവരുടെ ഡ്യൂട്ടിയാണ്. ശത്രു സൈന്യമായിരിക്കും, ആരെന്ന് ഒഴിഞ്ഞ് കയറി പല കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സോൾജിയറിന് ചെയ്തേ പറ്റൂ. കൊലപാതകമാണോ, ആണ്, കൊന്ന്, തോക്കിൻ്റെ മുമ്പിൽ നിർത്തി, എല്ലാം ചെയ്തു അല്ലേ. പക്ഷേ സാഹചര്യം നോക്കുമ്പോൾ എന്താണ്, തെറ്റാണ്, കൊന്നു, പക്ഷെ അത് വേണം, ശത്രു സൈന്യമായിരിക്കാം അല്ലേ, ചെയ്യേണ്ടി വന്നു അല്ലേ. അതാണ് ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസ്. ഏതാണ് ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസ്? അപ്പോൾ അതിൽ വരുമ്പോൾ ജുഡീഷ്യൽ ആക്ട്, നെസസിറ്റി, കൺസെൻറ്റ്, ഡ്യൂറസ്, കമ്മ്യൂണിക്കേഷൻ, ടൈറ്റിൽസ്, പ്രൈവറ്റ് ഡിഫൻസ്, ഇങ്ങനെ ഒരുപാട് വരും. ഇതെല്ലാം ചേർന്നാണ് അതിൽ വരുന്നത് ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസ്. ഇനി ബർഡൻ ഓഫ് പ്രൂഫ് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓണേഴ്സ് ഓഫ് പ്രൂവിങ് ദ ക്രൈം. ഏതാണ്, ആരാണോ ചെയ്ത് അക്യൂസ്ഡ് ആണോ അവർ പ്രൂവ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ഒരു ഇൻസൈൻ പേഴ്സൺ ആണെങ്കിൽ എന്ത് ചെയ്യണം, പുള്ളി ഇൻസൈൻ ആണെന്ന് കാണിക്കണം അല്ലേ, അതുകൊണ്ട് ചെയ്തു എന്ന് കാണിച്ചാൽ ഒഴിവ് തരും. സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ടു വിച്ച് ദ പാർട്ടി ഓഫ് ബർഡൻ ഓഫ് പ്രൂഫ് ഹാസ് ടു പ്രൂവ് ഇറ്റ്സ് കേസ് അല്ലേ. അതായത് എവിഡൻസ്, അത് പ്രൂവ് ചെയ്യാനായിട്ട് തെളിവ് വേണം, അതിനെയാണ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് എന്ന് പറയും. ഇനി മിസ്റ്റേക്ക് അടുത്ത് മിസ്റ്റേക്കാണ്. മിസ്റ്റേക്ക് ആസ് എ ജനറൽ എക്സെപ്ഷൻ. മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത് 2 സെക്ഷൻസിലാണ് കൊടുത്തിട്ടുള്ളത് IPCയിൽ. അത് സെക്ഷൻ 76ഉം 79ലുമാണ് മിസ്റ്റേക്ക് കൊടുത്തിട്ടുള്ളത്. മിസ്റ്റേക്ക് അല്ലേ, ഇത് തെറ്റുപറ്റിപ്പോയി, അതെവിടെയാണ് മിസ്റ്റേക്ക് എക്സെപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്? 76ലും 79ലുമാണ്. സെക്ഷൻസ് 76, 79 അത് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 76, 79 മിസ്റ്റേക്കാണ്, അത് പഠിക്കും നമ്മൾ. മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു എററാണ് അല്ലേ. അത് ഈ പറയുന്ന രീതിയിൽ ബോധമില്ലാത്ത രീതിയിലോ പാസ്റ്റ് പ്രസൻറ്റ് ഒന്നും അറിയാത്ത രീതിയിൽ പറ്റിപ്പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അറിയാതെ ചെയ്യുന്നതായിരിക്കും അല്ലേ. അങ്ങനെയുള്ളതൊക്കെയും എന്ത് ചെയ്യും, ഈ മിസ്റ്റേക്കിൽ വരും. പക്ഷേ ലീഗലി ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തേ പറ്റൂ, അതൊന്നും ഇതിൽ വരത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും മാത്രമാണ് നമ്മളിന്ന് പഠിക്കുന്നത് ഈ ക്ലാസ് സെക്ഷനിൽ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് നോക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു സെഷനിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.